കുറച്ച് കാലമായിട്ട് ഈ ഒരു പ്രവണത നമ്മൾ നന്നായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മോഹൻലാലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു കൂട്ടം ആളുകൾ സിനിമാ തിയേറ്ററിലും സോഷ്യൽ മീഡിയയിലൊക്കെ നെഗറ്റീവ് അടിച്ച് വലിയൊരു വിഭാഗം നെഗറ്റീവ് ഓളികൾ. നിങ്ങൾക്കൊക്കെ ഒരു സ്റ്റെപ്പ് മാറി നിൽക്കാം. വരുന്നുണ്ട് നമ്മുടെ എബ്രഹാം ഖുറേഷി. എബ്രഹാം തരിച്ചു മോനെ, എന്തുട്ടാ ടീസർ! ഹോളിവുഡ് സ്റ്റൈൽ അങ്ങോട്ട് വറപ്പിച്ചൊരു ടീസർ, അങ്ങോട്ട് കാണാൻ കൊതിയമാണ്. നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം കേട്ടോ, മലയാള സിനിമയ്ക്ക് ഒരു 100 കോടി ആദ്യം നിങ്ങളുടെ കൈപ്പിടിയിൽ കൊടുക്കുന്ന ഒരേ ഒരു നടനെ മലയാളത്തിലുള്ളൂ, അത് നമ്മുടെ ലാലേട്ടനാണ്. നിങ്ങൾ റിപ്പോർട്ടുകൾ എടുത്ത് നോക്ക്, മമ്മൂട്ടിയൊക്കെ ഏത് കാലത്ത് 100 കോടിയിലേക്ക് വന്നു എന്നുള്ളത്. അത് ലാലേട്ടൻ്റെ മാത്രം പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത്രയുള്ളത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളൊരു ഭാഗം ആൾക്കാർ കുറേ നെഗറ്റീവ് അടിച്ചുകൊണ്ടൊന്നും മോഹൻലാലിൻ്റെ കരിയറൊന്നും എവിടെയും പോകാൻ പോകുന്നില്ല. എല്ലാ നടന്മാർക്കും ഈ സിറ്റുവേഷൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പടങ്ങൾ പൊളിഞ്ഞ് പോയൊരവസ്ഥ മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് തന്നെ മോഹൻലാലിനുണ്ട് കേട്ടോ, കമ്പാരിസണില്ല. മമ്മൂട്ടി മോഹൻലാലൊക്കെ നല്ല നടൻ തന്നെ. പക്ഷെ എന്നാലും മോഹൻലാൽ ഹേറ്റേഴ്സിൻ്റെ വലിയൊരു സംഭവം മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇനി കാര്യമില്ല. ഈ ഒരു പടം മതി, തൂക്കും മക്കളെ, തൂക്കി വിറപ്പിച്ച് കളയും. നിങ്ങൾ കണ്ടോ, മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് 1000 കോടി സിമ്പിളായിട്ട് കൊണ്ടുവരുന്നൊരു പടമായിരിക്കും. പിന്നെ പൃഥ്വിരാജിൻ്റെ സംവിധാന മികവ് നിങ്ങൾ കണ്ടതാണ്. ഇനി എന്താ ഞാൻ പറയാനുള്ളത്, ഇത് സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ തേർഡും വരും. ഇതൊരു വമ്പൻ വിജയമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിലെ എല്ലാ തിയേറ്ററും പൂരപ്പറമ്പായിരിക്കും, ആഘോഷമായിരിക്കും. നിങ്ങളൊരു വലിയൊരു ആഘോഷമാണ് എനിക്ക് നടക്കാൻ പോകുന്നത്. അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ പറയാം, നെഗറ്റീവ് ഓളികൾ അങ്ങോട്ട് മാറി നിൽക്കുക. എന്താ ടീസർ, ഹോളിവുഡ് സ്റ്റൈലിൽ അങ്ങോട്ട് കത്തിപ്പടരാണ്. ഒരു തീ പിടിച്ചൊരു കുതിര ഓടുന്നുണ്ട്. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് മുന്നിലൂടെ ഒരു തീ പിടിച്ച കുതിരയായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വരാൻ പോകുന്നത്. എതിർത്ത് നിൽക്കുന്നവരൊക്കെ കൂടെ കത്തി തകർന്ന് ഓടാം. ഓക്കെ, ഞങ്ങൾ ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ്. നല്ലൊരു പടം വരട്ടെ. ഈ ഒരൊറ്റ പടം മതി. ഇനി അങ്ങോട്ട് 2025 ഞങ്ങളുടെ ലാലേട്ടൻ്റെ ആരാധകരുടെ കയ്യിൽ. ഞാനൊക്കെ വലിയൊരു ആരാധന കേട്ടോ. പിന്നെ കുറച്ച് ദിവസം ഒന്നും ഉണ്ടായിരുന്നു എന്നുള്ളൂ. എന്തൊക്കെ നെഗറ്റീവായിരുന്നു. സംവിധാനം ഇങ്ങനെ, പടം ഇങ്ങനെ, ആൻ്റണി പെരുമ്പാവൂർ ഇങ്ങനെ, എന്താ ആവശ്യമുണ്ട്? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ കാര്യം കേൾക്കുന്നതാണ് ആൻ്റണി പെരുമ്പാവൂർ, മോഹൻലാലിൻ്റെ ഫ്യൂച്ചർ നശിപ്പിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂരാണ്, കുന്താണ്, കുടച്ചക്കരാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ അടുത്തൊരു ബന്ധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നടനെയും ഇവർക്ക് കൂട്ടി ചോദിച്ച് സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ്? അതൊക്കെ ഒരു നല്ല ബന്ധം, വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്, അന്യോന്യം മനസ്സിലാക്കിയിട്ടുള്ളൊരു ബന്ധമാണ്. അതൊന്നും നമ്മൾ വെറുതെ കുറേ നെഗറ്റീവ് അടിച്ചുകൊണ്ടൊന്നും തള്ളി മാറ്റപ്പെടേണ്ട. അതൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യം നമുക്കിനില്ല. നമുക്ക് സംസാരിക്കേണ്ട ഒരേ ഒരു വിഷയമുള്ളൂ, എബ്രഹാം ഖുറേഷി. ഓക്കെ, അപ്പോൾ ഇനി തിയേറ്ററിൽ കാണാം. നെഗറ്റീവ് ഓളികൾ മാറി. Abraham Qureshi Abraham.